കുടിയിറക്ക് ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങളെക്കുറിച്ച് എന്താണ് വനം റവന്യൂ വകുപ്പിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. സാജിദ് അജ്മൽ തന്നെ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സാജിദ്, വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം, പ്രധാനമായിട്ട് ആശയവിനിമയത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇത്ര ദുരിതത്തിലേക്ക് ഈ കുടുംബങ്ങളെ തള്ളിവിട്ടിരിക്കുന്നത്. കുടിയിറക്ക് ഭീഷണിയിൽ ഇപ്പോൾ എത്ര കുടുംബങ്ങളുണ്ട്? എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രതിസന്ധികൾ? ധന്യ, ഇത് പാലക്കാട് ജില്ലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമുള്ള പ്രശ്നമല്ല. ഇത് വളരെ വ്യാപകമായ ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഒലവക്കോട് റേഞ്ചിന് കീഴിലാണ്. ഇതിൽ പുതുപ്പരിയാരം, മുണ്ടൂര്, അതോടൊപ്പം തന്നെ കോങ്ങാട്, കേരളശ്ശേരി, മണ്ണൂര്, പറളി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യ സ്റ്റോറി കണ്ടത് ഒറ്റപ്പാലം റേഞ്ചിലെ തൃക്കടീരി മേഖലയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഭൂമി രണ്ട് വകുപ്പുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ മിച്ചഭൂമിയായി ഒരു കുടുംബത്തിന് ഈ ഭൂമി നൽകണമെങ്കിൽ അത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഈ ഒരു പരിധിയിൽ കൂടുതൽ ഭൂമി ഒരു ആളുടെ കൈവശമില്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കൈവശം ഉണ്ടാകും. അത് ലാൻഡ് ബോർഡ് ഈ ഭൂമി കണ്ടെത്തണം. അതിനുശേഷം സർവേ വകുപ്പ് ഇത് അളന്ന് തിട്ടപ്പെടുത്തി റവന്യൂ വകുപ്പിന് കൈമാറണം. പിന്നീട് ഈ നിരവധി അപേക്ഷകരിൽ നിന്ന് ഏറ്റവും അർഹരായവരെ കണ്ടെത്തി അത് ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പല സ്ഥലത്തും ഇങ്ങനെ വിതരണം ചെയ്ത് അവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചിട്ടുണ്ട്, പലർക്കും വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് വനം വകുപ്പ് ഈ ഭൂമി വനഭൂമിയാണ് എന്ന് പറയുന്നത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ്, അതായത് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരമാണ് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധി ഇതിൽ അനുഭവിക്കുന്നു. ഇത് ഈ കാലിയായി കിടക്കുന്ന ഏതെങ്കിലും റവന്യൂ ഭൂമിയിലല്ല, മറിച്ച് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുത്ത് മിച്ച ഭൂമിയായി വിതരണം ചെയ്ത ഭൂമിയിലാണ് ഇത്ര വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഇതിൽ വനം വകുപ്പ് അവരുടെ ഭൂമിയാണ് എന്ന് പറയുകയും അത് കോടതിയിൽ കേസ് നടക്കുകയും ചെയ്യുന്നു. ഇതിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് വലിയ അലംഭാവമുണ്ട്. കാരണം ഓരോ വ്യക്തിയും മിച്ചഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് ഓരോ വ്യക്തിയും ഈ ഫോറസ്റ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു, അവിടെ കേസ് നടത്തുന്നു. എന്നാൽ അവിടെ റവന്യൂ വകുപ്പ് പ്രത്യേകിച്ച് അവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് വിതരണം ചെയ്ത മിച്ചഭൂമിയായി വിതരണം ചെയ്തെടുത്ത് റവന്യൂ വകുപ്പ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് വനം വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോയി പറഞ്ഞാൽ പോലും ആ ഭൂമി വനഭൂമിയാണ് എന്നുള്ള തരത്തിലാണ് റവന്യൂ വകുപ്പ് പിന്നീട് ഒരു നടപടിയായി സ്വീകരിക്കുന്നത്. നിരവധി ആളുകളാണ്, നിരവധി കുടുംബങ്ങളാണ് ഈ രീതിയിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇത്രയധികം ആളുകൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ നിലപാട് എന്താണെന്നാണ്? അവര് ഈ ഭൂരഹിതർക്ക് പതിച്ചു നൽകിയ ഭൂമിയാണ്, അതും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഒന്നത്. രണ്ട്, റവന്യൂ വകുപ്പ് ഇവർക്ക്, ഈ സാധാരണക്കാരായി മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഭൂമിയിൽ ഇത്തരത്തിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവിടെ പെരുവഴിയിലായി പോവുകയാണ് മനുഷ്യർ. അതിൽ വനംവകുപ്പ് എന്ത് നിലപാടെടുക്കുന്നു, എന്ത് നടപടികളിലേക്ക് കടക്കുമെന്നാണ്? വനം വകുപ്പിനെ സംബന്ധിച്ച് അത് വനഭൂമിയാണ് എന്നുള്ളതാണ്, അതിനപ്പുറം മറ്റൊന്നുമില്ല. വനഭൂമിയുടെ കാഴ്ചപ്പാടിൽ അവിടെ താമസിക്കുന്ന ആളുകൾ വനം കയ്യേറി താമസിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ റവന്യൂ വകുപ്പ് ഇതിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അത് വനം വകുപ്പ് അത്തരം ഒരു ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു വനം എല്ലാം തന്നെ കേന്ദ്ര നിയമത്തിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൽ ഇടപെടാൻ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൊണ്ട് സർക്കാർ വിതരണം ചെയ്ത മിച്ചഭൂമിയിൽ നിന്നാണ് ആളുകൾ ഈ കുടിയിറക്ക് ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ കേസ് നടത്തി പരാജയപ്പെട്ട നിരവധി ആളുകളുണ്ട്, കേസുമായി ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ കേസിൽ വിജയിച്ചാൽ തന്നെ അത് പിന്നീട് ഈ വനം വകുപ്പ് വിട്ടു നൽകാൻ പതിറ്റാണ്ടുകൾ കാത്തു നിൽക്കേണ്ട ആളുകളുണ്ട്. ഇത്തരം നിരവധി സംഭവങ്ങളാണ് മലബാർ ജില്ലയിൽ ഉടനീളമുള്ളത്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ധന്യ, യെസ്, ഈ കുടുംബങ്ങളുടെ അവസ്ഥ നിലവിൽ എന്താണ്? 80കളിലാണ് ഈ മിച്ചഭൂമി നൽകിയത് എന്ന് മനസ്സിലാക്കുന്നത്. അതുമുതൽ പലരും അവിടെ നിന്ന് മാറിപ്പോയി. വനംവകുപ്പിന്റെ ഈ രീതിയിലുള്ള നിലപാട് കാരണമൊക്കെ പലർക്കും അവിടെ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, കുടിൽക്കെട്ടി താമസിച്ചവർ പോലും ദുരിതത്തിലാണ്. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ട് അവർക്ക്, അതായത് അവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ ഇവർക്ക് യാതൊരു രക്ഷയുമില്ല. എന്താണ് നിലവിലെ ഇവരുടെ അവസ്ഥ?
നമ്മളുടെ ആദ്യ സ്റ്റോറിയിൽ പറയുന്ന തൃക്കടീരി പഞ്ചായത്തിൽ, അത് ഒരു കുന്നുംപുറം അതാണ്. നേരത്തെ ലക്ഷം വീട് കോളനി എന്ന പേരിൽ ഇപ്പോൾ ലക്ഷം വീട് നഗർ എന്ന് നമുക്ക് പറയാം. ഈ സ്ഥലത്ത് ഉള്ളത് ലക്ഷം വീട് കോളനിയായി വിതരണം ചെയ്ത് അവിടെ സർക്കാർ തന്നെ SC കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകി. അവിടെ ഒരു കുടിവെള്ള ടാങ്ക് കാണാം. ആ കുടിവെള്ള ടാങ്ക് മറ്റു കുടുംബങ്ങൾ അവിടെ നിന്ന് പോയതോടുകൂടി ഈ ഉള്ള ഒരു കുടുംബം അവർക്ക് സ്ത്രീകൾക്കും മറ്റും കുളിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ അതിനകത്താണ് കുളിക്കുന്നത്. ഈ കുടിവെള്ള ടാങ്കിനകത്താണ് അവർ പ്രാഥമിക കാര്യങ്ങളും കുളിയുമെല്ലാം തന്നെ ചെയ്യുന്നത്. അത്തരം വലിയൊരു പ്രതിസന്ധിയാണ്. ഇതിൽ പഞ്ചായത്ത് പറയുന്നത് ലൈഫ് പദ്ധതി പ്രകാരം തങ്ങൾ വീട് നൽകാൻ സന്നദ്ധമാണ്. പക്ഷേ ആ സ്ഥലത്ത് വീട് നിർമ്മിക്കണമെങ്കിൽ അതിന് വനം വകുപ്പിന്റെ അനുമതി വേണം എന്നുള്ളതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്, റേഞ്ച് ഓഫീസർക്കോ DFOക്കോ മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലത്. ഇതിൽ സർക്കാർ തലത്തിൽ തന്നെ, മന്ത്രിസഭാ തലത്തിൽ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം പുതുതായി നടക്കേണ്ടതുണ്ട്. അത്രയും സങ്കീർണമായ രീതിയിലാണ് ഈ സംഭവം കിടക്കുന്നത്. അതിൽ വനം വകുപ്പ് ശക്തമായി വനം വകുപ്പിന്റെ കേസുമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി സാജിദ്, എന്തായാലും റവന്യൂ വനം വകുപ്പുകളുടെ ഈ ഭൂമി തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിരവധി മനുഷ്യർ എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ 3 സ്റ്റോറിയിലൂടെയും കണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട്, ഏതു തരത്തിലൊക്കെ കുടുങ്ങിപ്പോയി എന്നൊക്കെയുള്ള കാര്യത്തിൽ 2 വകുപ്പുകളും കൃത്യമായിട്ടുള്ള തീരുമാനം ഇല്ലെങ്കിൽ നിലപാട് അറിയിക്കേണ്ട സമയവും കഴിഞ്ഞു. നമ്മൾ കണ്ടതാണ്, കാലങ്ങളായി മിച്ചഭൂമി സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റവന്യൂ വകുപ്പ് ഒരു സ്ഥലം കൊടുക്കുന്നു, അവിടെ താമസിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ വനം വകുപ്പ് അത് വനപ്രദേശമാണെന്നുള്ള അവകാശവാദത്തിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല ഈ അവസ്ഥ ഉള്ളത് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലുമുണ്ട്, പലയിടങ്ങളിലും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്, സമരത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ മിച്ചഭൂമി പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. കാരണം അത്രയധികം ആളുകളാണ്, വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് പെരുവഴിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 വകുപ്പുകളും, റവന്യൂ വകുപ്പ് നൽകുന്ന സ്ഥലം അവർക്ക് വാസയോഗ്യമാണോ ഇല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ്, ഇല്ലാതെ അവരെ കുടിയൊഴിപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കാതെ വനം വകുപ്പ് അവിടെ ഒരു ആക്ഷൻ എടുക്കാത്ത രീതിയിൽ എങ്ങനെ ഇവർക്ക് സ്ഥലം നൽകും, ഇല്ലെങ്കിൽ ഇവരെ മറ്റൊരു വീട് വെച്ച് താമസിക്കാനോ ഇല്ലെങ്കിൽ മറ്റൊരു ഇടം കണ്ടെത്താനോ ഇവരെ എങ്ങനെ സഹായിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായ നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കേണ്ട സമയവും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കേസുകൾ ഇത് നിരവധി ജില്ലകളിലുണ്ട്. ഏതാണ്ട് 9-ലധികം ജില്ലകളിൽ കൃത്യമായി ഇപ്പോഴും നമുക്ക് തെളിവുകൾ പ്രകാരം ഹാജരാക്കാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ദുരിതത്തിലായ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. മറ്റൊന്ന്, ഇവർ താമസിക്കുന്ന വീടാണ്. ഇവർ കാലങ്ങളായിട്ട് ഏതാണ്ട് 80കളിലാണ് ഈ മിച്ചഭൂമി ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ അത് നൽകിയിരിക്കുന്നത്. പക്ഷേ അവിടെ നൽകിയതിനു ശേഷം അവർക്ക് താമസയോഗ്യമല്ലായിരുന്നു. അത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടും അല്ലാതെയും ഒക്കെ അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കാത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് താമസിക്കാതെ ഇവർക്ക് വീടില്ല, ഇപ്പോൾ കുടിൽ കെട്ടി താമസിക്കേണ്ട അവസ്ഥയാണ്. ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ പോലും ഇവർക്ക് സഹായം ലഭ്യമാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതുകൂടി അവർക്ക് പ്രശ്നമാണ്. കാരണം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് യാതൊരു ഡോക്യുമെന്റും ഇല്ലാത്ത ആളുകൾ കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും എങ്ങോട്ട് ഇവർ പോകും എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.